വെക്കേഷൻ ഡേ 1 മോർണിംഗ് ഒരു നൊസ്റ്റാൾജിക് മോർണിംഗ് ആയിരുന്നു. നാട്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷം പോയതിൻ്റെ കുറേ മെമ്മറീസൊക്കെ ഫോണിലിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇന്നത്തെ പണികളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ റെഡിയായിട്ട് പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇന്നത്തേക്കുള്ള കുക്കിങ്ങിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് പതുക്കെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ്. അവിടെ എൻ്റെ കണ്ണ് എപ്പോഴും ഉടക്കുന്നത് ദേ അവിടെ ഇരിക്കുന്ന ആ വാട്ടർമെലനിലാണ്. എപ്പോൾ പോയാലും ഞാൻ ആദ്യം പോകുന്നത് ഇതെടുക്കാനായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയേക്കുന്നത് കുറച്ച് നട്ട്സിൻ്റെയും മസാലയുടെയൊക്കെ സെക്ഷനിലാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് മസാലയൊക്കെ മേടിച്ച് ഇനി നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെക്ഷനിലോട്ട് പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കണ്ണ് ആദ്യം പോകുന്നത് ആ ഡയറി മിൽക്കിലേക്കാണ്. അതുകൊണ്ട് കുറേ സമയം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് അവിടേക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് എല്ലാം കണ്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മീൻ വാങ്ങിക്കാനായിട്ടാണ്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മിക്ക ദിവസങ്ങളിലും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ട് ലാസ്റ്റ് മേടിച്ചത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു മഞ്ഞപ്പുള്ളിയുള്ള മീനിനെയാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് വാട്ടർമെലനൊക്കെ കട്ട് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കുക്കിംഗ് ഒക്കെ തുടങ്ങി ഇടയ്ക്ക് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ഗ്രേപ്സ് ഒക്കെ ഒന്ന് കഴിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ, ചീനിയും മീനും ഒന്നിച്ച് കറി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് വന്ന് ഇനി ഭയങ്കര പണിയാണ് ഈ മുടി റെഡിയാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അതേപോലെ വെച്ചിട്ട് റിലാക്സ് ചെയ്ത് കുറേ നേരം ഇരുന്നു.